എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ 10ാം ക്ലാസ് റിസൾട്ട് വരുന്ന ദിവസമാണ്. ഞാൻ വളരെയധികം ആകാംക്ഷയുള്ളവരാണ്. എനിക്ക് ബയോളജി, ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ എളുപ്പമായിരുന്നു. പക്ഷേങ്കിൽ കെമിസ്ട്രി കുറച്ച് വിഷമമായിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് കെമിസ്ട്രി എന്തോ വളരെ വിഷമമായി തോന്നി. ബാക്കി ബയോളജിയും ഫിസിക്സുമായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത്. എനിക്ക് ഓടക്കുഴലിൽ ജില്ലാതലത്തിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രസംഗം മലയാളത്തിൽ സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനവും സബ് ജില്ലാ തലത്തിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഏഴാം ക്ലാസ് തൊട്ട് സോഫ്റ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ ഞായറാഴ്ചയും പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് കണ്ണൂർ ജില്ലാ ടീമിലോട്ട് സെലക്ഷൻ കിട്ടി. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പോയി സബ് ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കണ്ണൂർ ജില്ലാ ടീമിൽ സെക്കൻഡ് റണ്ണേഴ്സപ്പായി. അങ്ങനെ ആ ടീമിൽ ഉൾപ്പെട്ട എനിക്ക് 17 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. 17 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. അപ്പോൾ എനിക്ക് ആ 17 മാർക്ക് ഗ്രേസ് മാർക്ക് മാത്രമല്ല, ഞാൻ 8ാം ക്ലാസ്സിൽ നിന്ന് ലിറ്റിൽ കൈറ്റ്സ് പരീക്ഷ എഴുതി. അതിലും ഞാൻ ഉൾപ്പെട്ടിരുന്നു. അതിലും ഒരു അംഗമായിരുന്നു. അങ്ങനെ ആ ലിറ്റിൽ കൈറ്റ്സിലെയും എല്ലാം വർക്കും ഞാൻ ചെയ്ത് എനിക്ക് 15 മാർക്ക് അതിലും ഗ്രേസ് മാർക്കുണ്ട്. അപ്പോൾ ഏറ്റവും കൂടിയ സോഫ്റ്റ് ബോളിൻ്റെ മാർക്കാണ് ഞാൻ എടുത്തത്. അങ്ങനെ എനിക്ക് 17 മാർക്കാണ് ഗ്രേസ് മാർക്കുള്ളത്. അങ്ങനെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും എൻ്റെ ഗ്രേസ് മാർക്കിൻ്റെയും ഒക്കെ ബലം എനിക്ക് ഇന്ന് അറിയാൻ കഴിയും. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് കെമിസ്ട്രിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്ര മാർക്ക് എനിക്ക് സോഷ്യൽ സയൻസിനും ബയോളജിക്കും ലഭിച്ചില്ല. എനിക്ക് ബയോളജിക്കും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്സിനും എ ഗ്രേഡും എനിക്ക് സോഷ്യൽ സയൻസിന് B+ഉമാണ് ലഭിച്ചത്. അതേപോലെ തന്നെ കെമിസ്ട്രിക്ക് എനിക്ക് Cയുമാണ് ലഭിച്ചത്. തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ തിരുത്തി മുൻപോട്ട് പോകും. എല്ലാവർക്കും നന്ദി.